ഹലോ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ആരംഭിക്കുന്നത് നദാൻ്റെ സ്കൂളിൽ നിന്നാണ്. നദാൻ്റെ സ്കൂളിൽ നിന്ന് നമ്മൾ പിക്ക് ചെയ്തിട്ട് അവനെ ഒരു ചെറിയ ഫാമിലിക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അവന് മാത്രമല്ല, ഞങ്ങളും പോകുന്നുണ്ട്. അപ്പോൾ സ്കൂൾ ഇൻ ബിറ്റ്വീൻ നമ്മൾ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ എഴുതിയൊക്കെ കൊടുക്കണം. സ്റ്റാൻസി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ എഴുതിയൊക്കെ കൊടുക്കാൻ അവന് ഒരു ഐഡിയ ഇല്ല. കാലത്ത് ഇറങ്ങിയപ്പോഴൊന്നും അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ട് പെട്ടെന്ന് പോകാമെന്ന് വെച്ചതാണ്. അപ്പോൾ നദാ വന്നു കഴിയുമ്പോൾ എന്തായാലും അവൻ ഷോക്കാവും. നേരത്തെ കുട്ടികളെ പിക്ക് ചെയ്യണമെങ്കിൽ നേരത്തെ ഇപ്പോൾ സ്കൂളിൽ ഇൻഫോം ചെയ്യണം. നമ്മൾ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും വരുന്നേ ഉള്ളൂ ആള്. അതെൻ്റെ സ്കൂൾ ഇതാ നമ്മുടെ നാട്ടിലെ പള്ളി സ്കൂളൊക്കെ പോലെയാണ്. ഒരു പള്ളി ഉണ്ട് അവിടെ, ബാക്കിൽ മല, ക്യാൻബറ, ഒരുപാട് മൗണ്ടൻസ് ഒക്കെ ഉള്ള സ്ഥലമാണ്. ഇത് സ്കൂളിൻ്റെ ഫസ്റ്റത്തെ ഒരു ബിൽഡിംഗ്. ഇതിൻ്റെ ബാക്കോട്ട് ബിൽഡിങ്, ഇതിവിടെ ബാക്കിൽ ഗ്രൗണ്ട്, ഇത് വലിയൊരു ഓഡിറ്റോറിയം ഒക്കെയാണ്. നല്ല കാറ്റ്, 30 ഡിഗ്രി ചൂട്, നല്ല ചൂടുണ്ട്. 30 ഡിഗ്രി നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് ചൂടെല്ലാം തോന്നും, പക്ഷെ മൊത്തം ചൂടാണ്. നല്ല വെയില്. ബാഗിലെടുത്ത് വെച്ചോ. അതാണ് ക്യാൻറ്റീനൊക്കെ ഉണ്ട് സ്കൂളില്. അപ്പൊ സ്കൂളില് ക്യാൻറ്റീനിൽ നിന്ന് എന്താ വാങ്ങിച്ച? ഐസ്ക്രീമോ? ഇവിടെ നിന്നോട് തണുപ്പുള്ളത് വാങ്ങിക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ? തൊണ്ട കൂടെ ചെക്കാ നിന്റെ. നമ്മളെവിടെ പോണം? എവിടെ പോണേ? ഹോസ്പിറ്റലിൽ പോണതൊന്നുമല്ല. എവിടെ പോണത് ആൾക്കൊരു ഐഡിയ ഇല്ല. പറയണ്ട, അതാണ് പറയാതെ നമുക്ക് കൊണ്ടുപോവാം. പറയാതെ കൊണ്ടുപോവാം. അതാ ഡ്രസ് മാറിയോ? തൊപ്പി വെച്ചോ. എവിടെ പോണതാ? മെൽബണോ? മെൽബൺ 7 hours ഡ്രൈവാണ്. അത്ര കൂടി എത്താൻ പറ്റില്ല. അതെവിടെ വന്ന് ചെറി പിക്കിങ്. നമ്മള് വളാരൂന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാമിലെ വന്നേക്കണേ. എവിടെയാണ്? ചെറി പിക്കിങ്. Open to 9 AM to 6 PM. And 3, 4, 5 ദിവസം അപ്പോൾ കിഡ്സിന് ഫ്രീ ആണ്. കിഡ്സിന് ഫ്രീ ആണ്. ഈ കാടിന്റെ ഉള്ളിൽ കൂടെ വേണം നമ്മൾ ചെറി പിക്ക് ചെയ്യാൻ. കാണുന്നു ചെറിയ ട്രീസ്. എന്റെ അമ്മേ, പാമ്പൊക്കെ ഉണ്ടാവില്ലേ? കുറച്ച് ചെറിയ കിടക്കുന്നുണ്ട്. നിറയെ ചെറിയുണ്ട്. എവിടെ പോയാലും ഞാനെന്ത് പണി മറക്കില്ലെന്ന്. സോളാർ ഇവിടെയൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് താമസിച്ച് ക്രിസ്മസ് ട്രീ പോലത്തെ ഒരു സാധനം അല്ലേ? നല്ല മെറ്റീരിയല്, ഒറിജിനലാ. വെൽക്കം ടു മൈ വ്ലോഗ്. നിന്റെ സ്കൂളിൽ വെച്ച് ഞാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു ആണ്. വരുമ്പോൾ ഇവിടെ ഒരു റിസപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ അവർ നമുക്ക് രജിസ്ട്രേഷൻ ഇത് തരും. ഒരാൾക്ക് അഡൽറ്റിന് $5 ആണ്. അങ്ങനെ 3 പേർക്ക് ഞങ്ങൾ 3 അഡൽറ്റ്സ് വരെ കിട്ടുവാണ്. അതേപോലെ നമുക്ക് അവിടുന്ന് ബക്കറ്റ്സ് കളക്ട് ചെയ്യാം. ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ബക്കറ്റ്സ് കളക്ട് ചെയ്തിട്ട് നമ്മൾ പോയി ചെറിയ പിക്ക് ചെയ്ത് തിരിച്ച് നമ്മൾ ഈ റിസപ്ഷനിൽ തന്നെ കൊണ്ടു കൊടുക്കണം. എന്നിട്ട് അവരത് വെയ് ചെയ്ത് പെർ കേജ് 12 എന്ന് പറഞ്ഞ രീതിയിലാണ് അവരത് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചെറിയ പിക്കിങ്ങിന് പോവാം. ഈ നിൽക്കുന്ന ചെടിയെല്ലാം ചെടികളാണ്. അതെനിക്ക് തോന്നുന്നു ഈച്ച അല്ലെങ്കിൽ വല്ല കിളിയൊക്കെ വന്ന് കഴിക്കാതിരിക്കാനായിരിക്കും. അങ്ങോട്ട് കുറെ ചെറിയുണ്ട്. മണ്ണല്ല, ഏരിയ എയില് പോകാൻ പാടില്ല. എഫ് കുറെ ഉണ്ട് ഏരിയ. അപ്പോ കണ്ടമാനം ചെറിയുണ്ട് കേട്ടോ. നമ്മളിതാ ഇങ്ങനെ വരുന്നു. ഇതൊക്കെ ചെറിയതാ. ഇതിങ്ങനെ പറിക്കുന്നു. നമുക്ക് എത്ര വേണമെങ്കിലും തിന്നാം. കഴിക്കുന്നു. 5 രൂപ ടിക്കറ്റിന് നമുക്ക് എത്ര വേണമെങ്കിലും തിന്നാം. നമ്മൾ മലയാളികളായതുകൊണ്ട് 10 രൂപയെങ്കിലും നമ്മൾ തിന്നിട്ടോടൊന്ന് പോകത്തുള്ളൂ. ഒന്ന് ഊതിയ കെട്ടിട്ട് ഈച്ചയൊക്കെ ഉണ്ട്. കണ്ടമാനം ഈച്ചയാണോ മറ്റേ തേനീച്ചയാണോന്ന് അറിയില്ല. അതാ കഴിച്ചാ? അത് പച്ചയാണ്. കുറച്ചും കൂടി ഒരു ബ്രൗണിഷ് അല്ലേ? അതൊക്കെ പച്ചയാണ്. അതൊക്കെ ഒരു കയ്പുണ്ടാവും. ഇതാ കണ്ടോ, ഇതൊക്കെ നല്ല ബ്രൗണിഷ് കളറാ. ത്രോ ചെയ്യല്ലേ, അങ്ങനെ ചെയ്യരുത്. നമുക്ക് നോക്കാം. അമ്മ പറിച്ചു തരുന്നതാ. ഇതിലുള്ളൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. ഹായ്, ഞാൻ വീട്ടിൽ കൊണ്ടുപോകാനുള്ളത് പറിക്കണേക്കാളും മുമ്പ് കഴിക്കാനുള്ളത് പറിക്കട്ടെ. എന്താടാ? ഹൈറ്റിലൊക്കെ നിൽക്കുന്നുണ്ട് കണ്ടവാനോ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ പറിക്കാനായിട്ട് ഏണിയമ കയറാം. ചെറി പറിക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ഏണിയൊക്കെ വെച്ച് തന്നിട്ടുണ്ട്. ജിത്തുതായി ഏണിയുടെ പൊക്കത്തൂടെ വലിഞ്ഞു കയറുക.
പൊക്കത്തിൽ നിൽക്കുന്ന ചെറി പറിക്കാൻ, താഴെയുള്ള ചെറിയൊന്നും പോരാഞ്ഞിട്ട്. ഇന്ന് മിക്കവാറും ചെറിയ കഴിച്ച് നമുക്ക് വയറിളക്കം വരൂടി. മുന്തിരി പോലത്തെ കൊല അതാണ് ഇത്ര എടുത്തു. കഴിക്കുന്നു കുരുതുപ്പി കളയുന്നു, കഴിക്കുന്നു കുരുതുപ്പി കളയുന്നു. ഇവിടെയൊക്കെ കണ്ടോ മുകളിലിരിക്കുന്നതൊക്കെ നല്ല മുന്തിരി കൊലകളാ, മുന്തിരി കളറാ. ആ അതേനാ, ഇത് കണ്ടോ നല്ല മുന്തിരി കളർ. അതാ പക്കലിട്ട് കൊടുക്കടി. ഡാഡി ഇവിടെ പോയി, ഡാഡി വഴിതെറ്റിപ്പോയാ. അവിടെ ഉണ്ട്. ഇവർ ഈ പ്രാണികളിൽ നിന്നുള്ള ശല്യമൊക്കെ മാറാൻ വേണ്ടിയിട്ട് അവരിത് പ്ലാസ്റ്റിക് ഒക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു കമ്പി അടിച്ചിട്ടുണ്ട്. ആ കമ്പിയുടെ മുകളിൽ അതിട്ട് അത് കവർ ചെയ്യാനാണെന്ന് തോന്നുന്നു. അതുപോലെ വെള്ളം നനച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അണ്ടർഗ്രൗണ്ടിൽ പൈപ്പ് ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വെള്ളം നനയ്ക്കാനുള്ള സെറ്റപ്പും ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇത് നവംബർ ഡിസംബർ മാസത്തിലാട്ടോ ഈ ചെറി ഫാമും കാര്യങ്ങളൊക്കെ ഇവിടെ ഓപ്പൺ ആവുന്നത്. കാരണം അപ്പോഴാണ് ക്യാൻബറയിൽ തണുപ്പ് ഒക്കെ ഒന്ന് മാറി ചൂടിലേക്ക് വരിക. ഫാം നടന്നാലും തീരത്തില്ല, അതുപോലെ ഫാം. പിന്നെ ആകെ ഒരു പേടി എന്നുള്ളത് പാമ്പുണ്ടാവും എന്നുള്ളതാണ്. കാരണം ഓസ്ട്രേലിയ പാമ്പുള്ളൊരു സ്ഥലമാണല്ലോ. പോരാത്തതിന് ചെറിയ ഫാമിലൊക്കെയാണ് കൂടുതലും പാമ്പുകൾ ഉണ്ടാവുക. കാരണം ആൾക്കാരധികം ഇല്ലല്ലോ, അങ്ങനെ പരന്ന് കിടക്കയല്ലേ. അതുകൊണ്ട് കാലൊക്കെ ഇങ്ങനെ തട്ടിയാണ് നടക്കുന്നത്. ഡാഡിക്ക് ഹൈറ്റ് ഉള്ളതുകൊണ്ട് മോളില് ആരും കയ്യെത്താത്ത സ്ഥലങ്ങളൊക്കെ പറിക്കുന്നുണ്ട്. അതാന്റെ ഹൈറ്റിന് പറ്റിയ ഒരു മരം അയ്യടാ. പക്ഷെ അതില് പഴുത്തതുണ്ട് കേട്ടാ. കുഞ്ഞിതാന്നും പറഞ്ഞ് എല്ലാരും ഒഴിവാക്കി വിട്ടത് കണ്ട, ബ്രൗൺ ആയിട്ടുള്ളതുണ്ട്. കടിച്ചു തിന്നാ, കമ്പുമ്പോ കടിക്കരുത് കേട്ടോ. പറിച്ചൊരു ബക്കറ്റ് ഫുള്ളും പറിച്ചു അല്ലേ. പറിച്ചതിനേക്കാളും കൂടുതൽ തിന്നുന്നുണ്ടല്ലോ നമ്മള്. പാക്ക് ചെയ്തതിനേക്കാളും കൂടുതൽ നമ്മള് തിന്നാ ചെയ്തു. പിന്നെ അവിടെ പോയി വെയിറ്റ് നോക്കി ബില്ല് ചെയ്ത് വീട്ടിൽ പോവാം. തോട്ടത്തിൽ നിന്ന് കഴിച്ച് വയറ് നിറഞ്ഞ് കിടക്കിയിരിക്കുന്ന ടാക്സി. അതാനും വെയില് കൊണ്ട് ക്ഷീണിച്ചു അല്ലേ. പിന്നെ ഈച്ച രണ്ടു നേരത്തൊക്കെ കറിയാ കഴിച്ചിട്ട്. കടിച്ചില്ലെന്ന് ആരും പറയില്ല ഡാഡി. ഒരെണ്ണം കഴിച്ചുള്ള നീ? അയ്യേ, എനിക്ക് ഗ്യാസോ? വീട്ടിൽ പോവാം. ചെറി കഴിച്ച് വയറ് മുഴുവൻ ഗ്യാസായി. നീ കഴിച്ചില്ലല്ലോ. അപ്പൊ നമുക്ക് പോവാം. നമുക്ക് പോണ വഴിക്ക് ഒരു പള്ളി കണ്ടു. ഇനിയിപ്പൊ പള്ളിയിലേക്ക് പോവാം. ഞങ്ങള് പള്ളിയിൽ പോയി കഴിഞ്ഞപ്പോ പള്ളി അടച്ചിട്ടേക്കായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് പള്ളി കാണാൻ പറ്റിയില്ല അല്ലേ. പള്ളിയിൽ പോയി. നെക്സ്റ്റ് ഇയറോ? നമുക്ക് ക്രിസ്മസ് വ്ലോഗ് ഒക്കെ ഇടാൻ, ക്രിസ്മസിന്റെ പർച്ചേസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ലൈറ്റ്സും കാര്യങ്ങളും. അപ്പൊ അതൊക്കെ ആയിട്ട് വരാൻ. ബൈ. Bye-bye.